കോട്ടയത്തിലൂടെ എത്ര വാങ്ങുന്നോ ഇന്ന് രാത്രി വിളിച്ചാൽ അച്ഛൻ പറഞ്ഞു അന്യായ കുടിയാതെ അല്ല അരിയും കുടിക്കും ആവശ്യത്തിന്റെ കാശില്ല പിന്നെ അനാവശ്യം. പിന്നെ നന്ദ, എനിക്ക് നന്ദോട് റിക്വസ്റ്റ് ഉണ്ട്. വിവാഹത്തിന് മുമ്പ് നമ്മൾ ഫോണിലൂടെ പ്രവർത്തിക്കുന്ന ഒപ്പിച്ചാൽ കല്യാണം കഴിഞ്ഞുള്ള ബാങ്ക് ഉൾപ്പെടെ കാര്യം പക്ഷേ നമുക്കതൊന്ന് നീട്ടി വെക്കണം. ഇപ്പൊ തന്നെ ജോലിക്കാര്യങ്ങളൊക്കെ ആകെ വെട്ടിലായി പോയി എന്നൊക്കെ അല്ലേ അറിയാൻ പറഞ്ഞു വരുന്നത്. ഇനി എനിക്ക് ബാംഗ്ലൂർക്ക് പോയില്ലേലും കുഴപ്പമില്ല. ബാംഗ്ലൂരിനേക്കാളും സുന്ദരമല്ലോ അങ്ങനെ മാറാൻ പറ്റുമെന്ന് എനിക്ക് അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഇവിടെ വന്നപ്പോഴേ ഞാൻ ഒരുപടി മാറിപ്പോയി. അച്ഛനും ഞങ്ങളൊക്കെ ടൂറിന് പോകുമ്പോ 3 സ്റ്റാറിൽ കുറഞ്ഞ റിസോർട്ടിൽ റൂം എടുക്കത്തില്ല. പക്ഷേ അതിനേക്കാൾ സ്വച്ഛത, ഫ്രഷ്നെസ്, അതിലുപരി പ്ലഷർ എനിക്കിവിടെ നിന്നിക്കാൻ. ചെക്കും പോലൊക്കെ നമ്മുടെ കയ്യിലിരിക്കല്ലേ. നാളെ ലീവായിട്ട് മൂച്ചിട്ട് പോകാം. നീ പിന്നെ വിളിക്കേ, ഞാൻ കുറച്ച് തിരക്കാം. അപ്പൊ എന്താ നന്ദ പറഞ്ഞത്? നീ നാളെ മുതൽ വള്ളുവനാണ് സ്പോക്കൺ മലയാളം പഠിക്കാൻ ക്ലാസ്സിന് പോകണമെന്നല്ലേ? ഈ പറഞ്ഞിട്ട് നാളെ മാറ്റി പറയും. ഒരൊറ്റ ആഴ്ച മതി. നല്ല മണി പോലെ. ഞാൻ അഡ്വക്കേറ്റ് ഒന്നും ഇവിടുത്തെ കുറെ കാശ് പൈസ ആളപ്പെട്ട് ഇതാദ്യം വക്കീൽ സുത്ര നന്ദ പറഞ്ഞു. ഇല്ല, ഇനി ഞാൻ പറയുന്നില്ല. അനിയൻ പറ. എനിക്കിനി നിന്നോടൊന്നും വിശ്വസിച്ച് പറയാനുള്ളത്? ഞാൻ നോക്കിയതേ നീ കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് നടക്കുന്ന ആഭരണങ്ങളാണ്. എന്റെ സ്വർണത്തിന് മൂല്യമുള്ള തുറന്നാലും അതിൽ വെറുക്കാൻ പറ്റില്ല. പക്ഷേ അതിന് ഒരുപാട് തൂക്കിയിട്ട് നടക്കുന്ന ആളുകൾ പറയാൻ പൊങ്ങച്ചെന്നാണ്. അല്ലെങ്കിൽ തന്നെ നാട്ടുകാരുടെ ശ്രുതിയുണ്ട്, വിശേഷിച്ചും അസൂയക്കാരുടെ കാശ് കണ്ട് മോഹിച്ചിട്ടാണ് അരിയ 4 ജില്ല പുറത്ത് കല്യാണം കഴിച്ചത്. എനിക്ക് ഇതിങ്ങനെ നടക്കുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല. പഠിക്കുന്ന കാലത്ത് ഞാനിട്ടിരുന്നത് വില കുറഞ്ഞ വൈറ്റ് മെറ്റൽസും ചെയിനും ബാങ്കിൾസും ഒക്കെയാണ്. അതാകുമ്പോ മാറി മാറി ഉപയോഗിക്കാലോ. അല്ല, അനിയന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഈ താലിമാല ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ലോക്കറിയിൽ വെക്കാം. എന്താ നന്ദ വളരെ ഫ്രാങ്ക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു മറ്റൊരു ഒപ്പീനിയൻ പറയട്ടെ. ഞാനൊരു ഫിനാൻസർ ആണെന്നറിയാം. അതിലുപരി മലയാളത്തിൽ മാസ്റ്റർ ബിരുദമുള്ള നെല്ലിക്കൽ തറവാട്ടിലെ ആൺകുട്ടിയാണെന്നോ അറിയാം. അതവിടെ നിൽക്കട്ടെ, താങ്കളുടെ പ്രൊഫഷനിലേക്ക് വാ. എന്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ അതിന് 200 ആക്കാനും ആ 200നെ 400 ആക്കാനും അങ്ങനെ ആ 100നെ 1000-ലെങ്കിലും എത്തിക്കാനായിരിക്കും ഞാൻ ശ്രമിക്കുക. നിന്റെ കയ്യിൽ 5 ലക്ഷത്തോളം വില വരുന്ന ഈ ആഭരണങ്ങൾ ബാങ്കിലെ ലോക്കറിൽ നിന്ന് ഗുരുടന്റെ കയ്യിലെ നിധി പോലെ ഒരു ഉപകാരമില്ലാതെ ഇരിക്കും. എനിക്ക് മനസ്സിലായി. എന്നാൽ അനിയപ്പാ, ഈ 50 പൗണ്ട് പകരം 5 ലക്ഷം രൂപ നീ എന്റെ കൈകളിലേക്ക് എത്തിക്കും. അതുകൊണ്ടുണ്ടാകുന്ന ബിസിനസ് ഗ്രോത്ത് 1 മാസം കൊണ്ട് ഞാൻ നിന്നെ ഇതൊക്കെ വിൽക്കണമെന്നല്ല അനിയ പറയുന്നത്. അനിയനെ തുറന്ന ഇടപെടൽ എനിക്ക് വളരെ ഇഷ്ടമായി. ഇതെല്ലാം അനിയന്റെ തന്നെ ആണേ. ഇഷ്ടം പോലെ ചെയ്യാം.
മാത്രം കിട്ടിയാണ് ഇടത്തി നടക്കുന്നത്. അവരുടെ മുന്നിൽ നീ ഇങ്ങനെ പൊന്നടിഞ്ഞ് നടക്കുമ്പോ എന്റെ ഇടയ്ക്ക് അത് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ താനൊരു ഇല്ലാത്തവളാണെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും. അത് വേണ്ട. ഈ നല്ല മനസ്സും എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. ഈ കമ്മൽ ഇരുന്നോട്ടെ. പക്ഷെ നന്ദ, നീ തുറന്ന മനസ്സോടെയാണ് ഞാൻ തരുന്നതെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അത് വാങ്ങിക്കുന്നത്. പിന്നെ എന്നതിന് ഈ സംശയം ഇനി വേണമെന്ന് തോന്നുവാണെങ്കിൽ കാശുണ്ടെങ്കിൽ വാങ്ങിയാ പോലെ. ഏതായാലും കല്യാണത്തിനിടയിൽ വന്ന ആ ഫിനാൻസ് ബ്ലോക്ക് അങ്ങ് തീരട്ടെ. നീ എത്ര പെട്ടെന്നാണ് എന്റെ മനസ്സും പ്രശ്നങ്ങളും പഠിച്ചത്. ഇപ്പൊ തന്നോട് എനിക്ക് റൊമാൻറ്റിക് ആവാനൊക്കെ തോന്നുന്നു. പൊന്നുകുളത്തിന് എന്തിനാ പൊട്ട്? പൊന്നുകുളത്തിന് പൊട്ട് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഈ പൊന്നുകുളത്തിന് സാരിയും ചുരിദാറും ആവാലോ അല്ലേ? നിർബന്ധമാണെങ്കിൽ മാത്രം. അല്ല, അനിയന്റെ ചേട്ടൻ എപ്പോഴും ഒളിച്ചോടി വന്നിട്ട് വരെ വിശദമായിട്ട് പരിചയപ്പെടാൻ പോലെ ഒരു അവസരം ഉണ്ടാക്കുന്നില്ലല്ലോ. ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുമ്പോ പരിചയപ്പെടാനാണോ പ്രയാസം? നിങ്ങൾ വിശദമായിട്ട് പരിചയപ്പെടും. ഞാൻ ഇതൊന്നും കൊണ്ടുപോയി പാക്ക് ചെയ്യാം. നമസ്തേ. അങ്ങനെ പരിചയപ്പെടാൻ മാത്രമൊന്നുമില്ല. വിനയൻ എന്ന പേരിനറിയാലോ. വിനയൻ അനിയൻ. അച്ഛനങ്ങനെ താമസിപ്പിച്ചിട്ട് പേരാ ഞാൻ കണ്ടത്. സ്റ്റേറ്റ് ബാങ്കിലാണ് ജോലി. അപ്പൊ കുറച്ചായിട്ട് പോവാറില്ല. അപ്പൊ അതൊക്കെ അറിയാലേ? അത് മാത്രമല്ല അറിയാവുന്നത്, ഞാനിവിടെ അനിയന്റെ പെണ്ണായി വന്നത് ചേട്ടന് ചേട്ടന് ഇഷ്ടമായിട്ടില്ല അല്ലയോ? അയ്യോ, ഒരിക്കലും ഉണ്ട്. അനിയന്റെ സ്നേഹം വന്ന കയറിയവർ പിടിച്ചെടുത്തൊക്കെ പോയി എന്ന ഭയം ചേട്ടന്. കാണാൻ അല്പം വിലയും സാമ്പത്തികമുള്ള എന്നോട് കൊടുക്കുന്നത് ചേട്ടത്തില്ലേ? അതല്ല നേരം. അയ്യോ കുട്ടി, സ്വപ്നത്തിൽ പോലും ഞാനും എന്റെ സ്വർമ്മ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. കള്ളം. സത്യം, ഞങ്ങളുടെ മക്കളാണ് സത്യം. ഈ പറഞ്ഞൊക്കെ നേരാണെങ്കിൽ ചേട്ടന്റെ മാസ്റ്റർ പീസ് പാവടപ്പായിട്ട് ഒന്ന് പാടിയട്ടെ. സമരമായിട്ട് തുട്ടിയില്ല തൊട്ടെ. അപ്പൊ കുട്ടിയെ കുറിച്ച് അറിയാമോ? എല്ലാവരെ കുറിച്ചും അറിയാം. അതെ, വല്യമ്മ പറഞ്ഞത് പരദോഷം വഴിയല്ല കേട്ടോ. അറിയാൻ പറഞ്ഞു. പലരെയും സഹായിച്ച് നിസ്സഹായനായി പോയ ചേട്ടനെ സഹായിക്കാൻ വേണ്ടി കൊണ്ടു നടന്ന് കുടുക്കിൽ ചാടിക്കുന്ന കുട്ടി. സ്നേഹത്തിനും മോരുകൾക്കും ഉള്ളിച്ചമ്മന്തിക്കൊപ്പം സ്നേഹവും ശാസനയും വിളവുന്ന ഏട്ടത്തിയമ്മ. ഏറെ ദൂരമുള്ള ഈ നാട്ടിലേക്ക് എന്നെ ക്ഷണിച്ച കൗതുകൾ ഇതൊക്കെയാണ്. ആചാര്യമല്ലല്ലോ. നെല്ലിക്കെട്ടാവാട്ടിലെ വിനയം നമ്പിയാരുടെയും ഈ സ്വർണ്ണത്തിൽ കുട്ടിയല്ലയോ? എനിക്ക് ഒത്തിരി ഉണ്ടല്ലോ. ഇനി ഈ എന്നെ ശ്വാസിച്ച് നന്നാക്കിയിട്ടുണ്ട്. ഈ കുട്ടിയെ കുറിച്ചാണോ നീ വലിയ വീട്ടിലെ കുട്ടിയാ? നമ്മുടെ കാലത്ത് മരികാണെന്ന് നമ്മൾ വല്ലാണ്ട് രോഗിയെ കൂടാൻ പോകണ്ട ചിറ്റാന്തരാണെന്ന് പറഞ്ഞത്. അയ്യോ ഞാനോ? പിന്നെ ഇല്ലേട്ടോ, ഇവര് വെറുതെ തെറ്റിദ്ധരിച്ചു. അപ്പൊ നീ ഇത്തിരി പോയിട്ട് നമ്മൾ ഇട്ടിക്കന്നെ കാണണ്ട ചിറ്റാന്തരാവണ്ടെന്നൊക്കെ പിന്നെ വല്യമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ വെറുതെ വേണ്ട. ചേട്ടത്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചിന്തിക്കുന്നത് ഇതേ അല്ല. ഒട്ടുക്കത്തെ കുല്ലായ്മ ഉറപ്പ്. പക്ഷെ ഞാനല്ലല്ലോ നിങ്ങളുടെ മനസ്സിൽ അത്രയും സ്നേഹം. ആ സ്നേഹത്തിൽ ഒരു പങ്ക് ഇനി എനിക്കും വേണം. പാട്ട് പറയാൻ നീ കേട്ട് മാത്രം പറ്റിയുള്ള കുട്ടി. അല്ല, അപ്പൊ കോട്ടയത്തൊക്കെ ഭയങ്കര പേരല്ലേ? അവിടെയാണ് പ്രോഗ്രാം അവതരിപ്പിച്ചത്. അല്ല, കുട്ടിക്ക് എന്നെ ചക്കി കുത്തിനൊന്നും മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ച കുട്ടി ഇത് തന്നെയാണ്. പക്ഷേ ആളെ വിചാരിച്ച കുട്ടി അല്ലെന്ന് മാത്രം. അയ്യോ, ഞാൻ കുട്ടിയായിരുന്നു ഒരു 10-30 കൊല്ലം മുമ്പ്. ഇപ്പൊ എനിക്ക് 2 കുട്ടികളുണ്ട്, സാവിത്രി, ജയശ്രീ.
ഈ അച്ഛന്റെ പേര് മക്കളുടെ പേരോട് ചേർത്തുന്നൊരു പേരായതുകൊണ്ട് സാവിത്രി കുട്ടി ജയശ്രീ കുട്ടി എന്ന് ചേർത്ത് വിളിക്കും. കൂടുതലൊന്നും പറയണ്ട. എല്ലാരെയും പറ്റി നന്ദയ്ക്ക് നന്നായിട്ട് അറിയാം. അതല്ലേ എന്ന് വെച്ച് നീ ഒന്നും ദക്ഷിണവാസിയാണെന്ന് ചില്ലം നന്നക്കില്ല. നമ്മോട് കുട്ടികളെ അതൊക്കെ വലിയ ഇഷ്ടം. അതൊക്കെ പഠിപ്പിച്ചപ്പോ ഒന്നുമില്ല. എനിക്ക് കണ്ടപ്പോഴേ തോന്നി ഈ കുട്ടി കമ്മ്യൂണിസ്റ്റ് ആണ്. ഏതാ ഗ്രൂപ്പ്? ഞാനിപ്പോഴും ഇത് വളരെ ശക്തമായും വ്യക്തമായും മൂപ്പരെ കൂടെ തന്നെയാണ്. കുട്ടിയുടെ മിമിക്രി അല്ല, ഏട്ടന്റെ പാട്ടാ വേണ്ടത്. പാട്ടും പൂത്തും ഇപ്പൊ വേണ്ട. അനിയതൊന്നും ഇഷ്ടാവില്ല. അതെന്തായാലും ഞാൻ അത്രയ്ക്ക് രസിക്കണം. എല്ലാവരും സന്തോഷിക്കുമ്പോ കൂടെ സന്തോഷിക്കാനുള്ള മനസ്സൊക്കെ പ്രേരിതരാണെങ്കിൽ എനിക്കുണ്ട്. ഏട്ടന് പാടാം, കുട്ടിക്ക് തമ്മിലാവും. ഈ കുട്ടിയെ കൊണ്ടോ കൊടുത്ത് നീ അവനെ പേടിപ്പിച്ചു. ഞാൻ തമിഴെടുക്കാൻ വന്നതാണോ? ഞാൻ നല്ലത് ചെയ്യാനും കൊണ്ടുവരാം. ഓരോടും ചേർത്തെടുത്തോണ്ട് വരാം. കുട്ടിയുടെ ആരാ പറഞ്ഞത്? അതിന്റെ ഒരു പിയാനോന്ന്. അത് പെട്ടിയാണ്, ഹാർമോണിയം പെട്ടി. ഇവിടെ രണ്ടും ഒന്ന് തന്നെയാ. അതെയാ? അനിയാ, ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ പിയാനോയുടെ ആദ്യം ഇരുന്നതല്ലേ നമ്മുടെ ഹാർമോണിയം. ഏതായാലും ഇത് കണ്ടുപിടിച്ചാൽ